ആരവമൊഴിയുകയാണ്, ആൾക്കൂട്ടം പിരിയുകയാണ്, അഗ്നിനാളങ്ങൾ മുകളിലേക്ക് ഉയരുകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന് നാട് വിട നൽകുകയാണ്. ഈ ചിത കത്തിത്തീർന്നാലും ഇതിലെ കനലുകൾ കെട്ടാലും ശ്രീനിവാസൻ അനശ്വരനാകും, അവസാനിക്കുന്നില്ല. ശ്രീനി കൊളുത്തിയ അഗ്നിസ്ഫുലിംഗങ്ങളുണ്ട്. അവ നമ്മുടെ കലാരംഗത്തെ എല്ലാ കാലഘട്ടത്തിലും പ്രക്ഷോഭിപ്പിച്ചുകൊണ്ടിരിക്കും. മലയാള ഭാഷ ഉള്ളിടത്തോളം ശ്രീനിയുടെ കഥാപാത്രങ്ങൾ പറഞ്ഞ വർത്തമാനങ്ങൾ, സംഭാഷണങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആവർത്തിക്കാറുള്ള ഒരുപാട് വാചകങ്ങൾ ശ്രീനിയുടെ തൂലികയിൽ പിറന്ന വാചകങ്ങളാണ്. അവ ഇനിയുള്ള കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാകും. നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, വ്യക്തി ജീവിതങ്ങളെ തന്നെ നിർണയിച്ചിട്ടുള്ള, അടയാളപ്പെടുത്തിയിട്ടുള്ള കഥാകാരനാണ്, ചലച്ചിത്രകാരനാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങൾ ഇനിയും ഏറെക്കാലം മലയാളികളോട് സംവദിച്ചുകൊണ്ടേയിരിക്കും. ആ കഥാപാത്രങ്ങളുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കും. ആ കഥാസന്ദർഭങ്ങൾ നമ്മളുടെ ഓർമ്മകളിൽ ഇനിയും ഉണ്ടാകും. ആ സംഭാഷണങ്ങൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ശ്രീനിവാസൻ മടങ്ങുകയാണ്. ശ്രീനിവാസൻ കഥ പറഞ്ഞ് കഥയായി മാറുകയാണ്. കഥാവശേഷനായിരിക്കുന്നു. ശ്രീനിക്ക് അശ്രുപൂജ നൽകിക്കൊണ്ട്, ഒരു തുള്ളി കണ്ണീർ ശ്രീനിക്ക് നൽകിക്കൊണ്ട് മലയാളം, പ്രിയപ്പെട്ട മലയാളം തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് വിട നൽകും. 10 മണിക്കായിരുന്നു ശ്രീനിവാസൻ്റെ സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 10 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞില്ല. വലിയ ജനാവലി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ രാഷ്ട്രീയ കക്ഷികളുടെ അധ്യക്ഷന്മാരുണ്ട്. CPM-ൻ്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നേരത്തെ എത്തിയിരുന്നു. അങ്ങനെ ഒരു ജനാവലി ആകെ ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യർ, കണ്ടനാട്ടുകാർക്ക് ശ്രീനിവാസൻ അവരുടെ അയൽവാസിയായ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കൂടി പരിചയമുള്ള ആളാണ്. ശ്രീനിയെ കാണാനായി കണ്ണൂരിൽ നിന്ന്, പാട്യത്ത് നിന്ന് വന്ന ആളുകളുണ്ട്. ഈ കേരളമെമ്പാടും നിന്നും വന്ന ആളുകളുണ്ട്. അങ്ങനെ അനേക മനുഷ്യരെ പ്രചോദിപ്പിച്ച ശ്രീനിവാസൻ വിടവാങ്ങുകയാണ്. ഇനി ഒരു തുള്ളി കണ്ണീര് ബാക്കി. ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ വിടവാങ്ങിയിരിക്കുന്നു. നെഞ്ചുപൊട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റവർ വിട നൽകിയത്. കണ്ണ് നനഞ്ഞാണ് ശ്രീനിവാസന് കേരളം വിട നൽകിയത്. ഹലോ പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി. പ്രദീപ്, ശ്രീനിവാസൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുകയാണല്ലോ. അവിടെ നിന്ന് വന്നവരൊക്കെ പിരിഞ്ഞോ? എന്താണ് വിവരങ്ങൾ? ശ്രീനിവാസൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിത ഏതാണ്ട് എരിഞ്ഞ് തീരാറാവുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കാനും സംസ്കാരത്തിൽ പങ്കെടുക്കാനും എത്തിയവർ ഒക്കെ തന്നെ പിരിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് പിരിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാം. രാഷ്ട്രീയ, സാമൂഹിക, ചലച്ചിത്ര മേഖലയുടെ വലിയ പങ്കാളിത്തവും വലിയ പ്രാതിനിധ്യവുമാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് എല്ലാവരും തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിന് മൃതദേഹം എത്തിച്ചത് മുതൽ തുടങ്ങിയ തിരക്കായിരുന്നു. വലിയൊരു തിക്കും തിരക്കും എന്ന് പറയാനാവില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രിയപ്പെട്ട കലാകാരനെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കഥാകാരനെ ഒരു നോക്കുകൂടി കണ്ട് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് ഏവരും മടങ്ങിയിരിക്കുന്നു. ഒപ്പം കണ്ടനാട് എന്ന ഈ ദേശവും ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒന്നടങ്കം ഒഴുകിയെത്തിയിരുന്നു. ചലച്ചിത്ര മേഖലയിൽ നിന്ന് സൂപ്പർ സ്റ്റാറുകളും മറ്റ് നടീനടന്മാരും എല്ലാം യുവതലമുറയെന്നോ അല്ലെങ്കിൽ പഴയ തലമുറയെന്നോ ഒരു വ്യത്യാസമില്ലാതെ തന്നെ ചലച്ചിത്ര മേഖലയിലെ വലിയ പങ്കാളിത്തമാണ് ഈ സംസ്കാര ചടങ്ങിൽ ഉണ്ടായത്. എല്ലാവരും തന്നെ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായതിനു ശേഷമാണ് ഇവിടെ നിന്ന് പിരിഞ്ഞ് തുടങ്ങിയതും. ഇന്നലെ രാവിലെ 8:30 മണിയോട് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം മൃതദേഹം എത്തിച്ച എല്ലായിടത്തും ടൗൺ ഹാളിൽ ഉൾപ്പെടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നമുക്കറിയാം, 80കളിൽ മലയാള സിനിമയുടെ തലവര മാറ്റിയവരിൽ ഒരാൾ എന്ന് ശ്രീനിവാസനെ വിശേഷിപ്പിക്കാം. മലയാള സിനിമയുടെ ഭാവുകത്വം പരിഷ്കരിച്ചതിൽ, പുതിയ ഭാവുകത്വം, നവീന ഭാവുകത്വം കൊണ്ടുവന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ ഓർമ്മയായിരിക്കുന്നു. ഒരുപാട് വലിയ കഥാപ്രപഞ്ചം, കഥാപാത്രങ്ങൾ നമുക്കായി മാറ്റിവെച്ച ശ്രീനിവാസൻ, പാട്യം ശ്രീനിയായി സിനിമയിൽ വന്ന ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ്, കഥാവശേഷനായിരിക്കുകയാണ്. നെഞ്ചു പൊടിഞ്ഞ് കണ്ണീരണിഞ്ഞ് കേരളം പറയുന്നു, നന്ദി പ്രിയപ്പെട്ട ശ്രീനിവാസൻ.